من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നമ്മുടെ എല്ലാ ഭൗതിക അധികാരങ്ങളും അവസാനിച്ച് അള്ളാഹു വലങ്കയിൽ ആകാശം ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിനത്തെ കുറിച്ച് ഓർമ്മിക്കുക. നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കുവാനും ഹിദായത്തോടുകൂടി മുസ്ലിമായി മരിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരു വീട്ടിൽ 10 പെൺകുട്ടികൾ. 10 പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഒരു ആധി വരുന്നുണ്ട്. എന്നാൽ ഈ കഥയിലെ 10 പെൺകുട്ടികളും വിവാഹിതരാണ്. അവരവരുടെ ഭർതൃഗൃഹങ്ങളിൽ സസുഖം ജീവിക്കുകയാണ്. അവർക്കൊക്കെ 4ഉം 5ഉം 6ഉം ഒക്കെ മക്കളുമുണ്ട്. ഒരോണത്തിന്റെ അവധി ദിവസം അവർ വല്യമ്മയുടെയും വല്യപ്പയുടെയും അടുത്തേക്ക് വിരുന്നു വന്നു. പണ്ട് കാലത്താണ്. ഒരുപാട് കുട്ടികളുണ്ട്, കയ്യിൽ മൊബൈലില്ല. അവർ പല കളികളിൽ, തറവാട്ട് വീട്ടിൽ പല കളികളിൽ മുഴുകി. ചിലർ ഡോക്ടറും രോഗിയുമായി കളിക്കുന്നു, അധ്യാപകനും വിദ്യാർത്ഥിയുമായി കളിക്കുന്നു, ബസ് ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരുമായി കളിക്കുന്നു, ഉമ്മയും ഉപ്പയുമായി കളിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കളികൾ. കുറേ സമയം ആ കളികൾ നീണ്ടു. ഒടുവിൽ അടുക്കളയിൽ നിന്നും വല്യമ്മയുടെ വിളിയെത്തി, മക്കളെ വരി. ആ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ ഇട്ടുകൊണ്ട് ഓടി അവർ അടുക്കളയിലെത്തി. അവിടെ ഒരു മത്സരത്തിലാണ് അവർ. എല്ലാവർക്കും പുള്ളിയുള്ള പ്ലേറ്റ് കിട്ടണം, പൂക്കളുള്ള ഗ്ലാസ് കിട്ടണം, നല്ല പൊള്ളിയ പത്തിരി കിട്ടണം. അതുവരെ ഡോക്ടറായി കളിച്ച ഒരു കുട്ടിക്ക് വേണ്ടി രോഗിയായ കുട്ടി മാറിക്കൊടുക്കുന്നില്ല. അതുവരെ ഉമ്മയും ഉപ്പയുമായി കളിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് മക്കളായി കളിച്ച കുട്ടി മാറിക്കൊടുക്കുന്നില്ല. അധ്യാപകനായി കളിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് പഠിതാവായി വിദ്യാർത്ഥിയായി കളിച്ച കുട്ടി മാറിക്കൊടുക്കുന്നില്ല. എല്ലാവർക്കും ആദ്യം കിട്ടണം. ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ നഖചിത്രമാണ്.
നമ്മളൊക്കെ ഡോക്ടർമാരായി കളിക്കുന്നു, എഞ്ചിനീയർമാരായി കളിക്കുന്നു, കൃഷിക്കാരായി കളിക്കുന്നു, അധ്യാപകന്മാരായി കളിക്കുന്നു, ഡ്രൈവർമാരായി കളിക്കുന്നു, പലവിധ കളികളിലാണ്. ഒരിക്കൽ റബ്ബിന്റെ വിളി വരും. ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സന്നിധിയിൽ എത്തേണ്ടതുണ്ട്. അന്ന് അന്ന് ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, സ്വർഗത്തിൽ എത്തിപ്പെടുന്നത്, അവൻ വിജയിച്ചു. അപ്പോൾ ആത്യന്തികമായ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നാണ്, നരകത്തിൽ നിന്ന് ഒഴിവാകുക എന്നതാണ്. എന്താണ് സ്വർഗ നരകങ്ങൾ? 40 ഖുദ്സിയായ ഹദീസുകൾ എന്നൊരു കൊച്ചു പുസ്തകമുണ്ട്. അതിലൊരു ഹദീസുണ്ട്. ആദ്യമായ ഒരു സൃഷ്ടി സ്വർഗനരകങ്ങൾ സന്ദർശിക്കുകയാണ്. അള്ളാഹു സ്വർഗനരകങ്ങളെ സംവിധാനിച്ച് ഈ സൃഷ്ടിയോട് അത് കണ്ടുവരാൻ പറയുന്നുണ്ട്. അത് കണ്ടുവന്ന് ആ സൃഷ്ടി അള്ളാഹുവിന്റെ സന്നിധിയിൽ വബിഇസ്സതിക, അള്ളാഹുവേ നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, അക്കാണുന്നതാണ് സ്വർഗമെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു മനുഷ്യൻ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവേ അക്കാണുന്നതാണ് നരകമെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെയും സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു ചില സംഗതികൾ കൊണ്ട് സ്വർഗനരകങ്ങളെ മൂടിവെച്ചു. എന്നിട്ട് ഈ സൃഷ്ടിയെ ആദ്യമായി സ്വർഗനരകങ്ങൾ സന്ദർശിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ രണ്ടാമത് അത് സന്ദർശിക്കാൻ വിടുന്നുണ്ട്. സ്വർഗനരകങ്ങൾ രണ്ടാമത് സ്വർഗം കണ്ടുവന്ന ആ മലക്ക് പറയുന്നത്, അല്ലാഹുവേ നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, അക്കാണുന്നതാണ് സ്വർഗമെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം പറഞ്ഞത് അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞത് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യ മനസ്സ് എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അതുകൊണ്ടാണല്ലോ നാഥ നീ സ്വർഗം മൂടി വെച്ചിരിക്കുന്നത് എന്നും. നരകം കണ്ടുവന്ന മലക്ക് വിറക്കുകയാണ്. കഠിനകരമായ ശിക്ഷകൾ. അല്ലാഹുവേ അക്കാണുന്നതാണ് നരകമെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു മനുഷ്യനെ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മലക്ക് ജിബ്രീൽ. നമ്മളെ പോലെ കളവ് പറയുന്ന ആളല്ല, സത്യം മാത്രം പറയുന്ന, അള്ളാഹുവിനെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന മലക്ക് ജിബ്രീൽ പറയുന്നത് നരകത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. കാരണം മനുഷ്യ മനസ്സ് മോഹിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടാണല്ലോ അല്ലാഹുവേ നീ നരകം മൂടി വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോ ഈ സ്വർഗത്തിലാണ് നമുക്ക് എത്തേണ്ടത്. ഈ നരകത്തിൽ നിന്നാണ് നമുക്ക് വിട്ടുപോവേണ്ടത്. സ്വർഗത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു സ്ത്രീയുടെ തട്ടം, ഒരു ശിരസ് മൂടുന്ന വസ്ത്രം, അതൊന്ന് ഇളകിയാൽ ആകാശഭൂമികളും അതിനിടയിലും തിളക്കമുള്ളതാകുമാറ് വെട്ടിത്തിളങ്ങുന്ന മാതിരി പ്രകാശിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അത്രയും മനുഷ്യ മനസ്സിന് ഒരു കണ്ണിനും കാണാനാവാത്ത, ഒരു കാതിനും കേൾക്കാനാവാത്ത, ഒരു മനുഷ്യ മനസ്സിന് നിരൂപിക്കാനാവാത്ത അനുഗ്രഹങ്ങളുടെ ഗേഹമാണ് സ്വർഗം. ആ സ്വർഗത്തിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. നരകമോ? എത്രയോ മനുഷ്യന്മാരെ നരകത്തിൽ ഇട്ടിട്ടും ഹൽ മിൻ മസീദ്, ഇനിയും ആരെങ്കിലും ഉണ്ടോ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കുതറിച്ചാടാൻ പോകുന്ന ഒരു നരകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു തീപ്പൊരി എങ്ങാൻ പൊന്തിയാൽ ഒരു ചുവന്ന ഒട്ടകം പൊന്തിപ്പോകുമാറ് തീപ്പൊരികൾ ചിതറിത്തെറിക്കുന്ന നരകം. അങ്ങനെ തീപ്പൊരികൾ കന്നഹു ജിമാലത്തുൻ സുഫർ, ഒരു ചുവന്ന ഒട്ടകം ഇങ്ങനെ പൊന്തിപ്പോകുന്ന മാതിരിയുള്ള തീപ്പൊരികൾ ചിതറിക്കൊണ്ടിരിക്കുന്ന നരകം.
ആ നരകത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. ആരാണ് സ്വർഗത്തിന്റെ വഴിയിൽ നമ്മുടെ കൂടെയുള്ളത്? ആയിരക്കണക്കിന് ആയുസ്സുള്ള ആദം നബിയുടെ സമൂഹമുണ്ട്. ആയിരക്കണക്കിന് സംവത്സരങ്ങളിൽ നല്ലത് ചെയ്ത ആളുകൾ നമ്മുടെ വരിയുടെ മുമ്പിലുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നൂഹ് നബിയുടെ കാലമായപ്പോൾ 950 കൊല്ലം നൂഹ് നബി പ്രബോധനം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. എത്ര ആയുസ്സുണ്ടാവും? ഏറ്റവും ചുരുങ്ങിയത് 1000 കൊല്ലം ആയുസ്സുണ്ടാവില്ലേ? 1000 കൊല്ലത്തെ സൽക്കർമ്മങ്ങളുമായി നൂഹ് നബിയുടെ സത്യവിശ്വാസികളായ ജനതയും ഒപ്പമുണ്ട്. അവിടെ നിങ്ങോട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മൂസാ നബിയുടെ സമൂഹത്തെ കുറിച്ച്, ഫിർഔനെ കുറിച്ചൊക്കെ ഇബ്നു ഹിശാമിന്റെ ചരിത്രരേഖയിലൊക്കെ പറയുന്നത് ഒരു 300-400 കൊല്ലത്തോളം ഫറോവമാർ ഒരു ജലദോഷം പോലും ഇല്ലാതെ ജീവിച്ചു എന്നാണ്. അപ്പൊ എത്ര ആയുസ്സുണ്ടാവും? അധികം കൂട്ടുള്ള 500 കൂട്ടിയാൽ തന്നെ ആയുസ് നൂഹ് നബിയുടെ സമൂഹത്തിൽ നിന്ന് ഫിർഔന്റെ സമൂഹത്തിലെത്തിയപ്പോൾ ആയുസ് 500 കുറഞ്ഞു. സ്വർഗനരകങ്ങൾ ഒന്ന് തന്നെയാണ്. ഈ സ്വർഗത്തിലാണ് ഉമ്മത്തി മാ ബൈന സിദ്ദീന വ സബീന സന എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ നക്കാപ്പിച്ച ആയുസ്സുമായി നമ്മളുള്ളത്. അപ്പൊ എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കുക? അതിനാണ് ചില ഓഫറുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ ഒരു വൻ ഓഫറാണ്. 83 വർഷം 4 മാസം നമ്മൾ നന്മ ചെയ്താൽ എങ്ങനെയാണോ അത്രയും പ്രതിഫലം ആ രാത്രി നന്മ ചെയ്താൽ. ഒരു പുരുഷായുസിലധികം, ഒരു മനുഷ്യായുസിലധികം നന്മ ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട്. ഒരു വക്ത് ജമാഅത്തായി നമസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം. ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടി നീക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് എന്റെ ഈ പള്ളിയിൽ ഒരു മാസം ഇർത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അവന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നതാണ് എന്ന്. അങ്ങനെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ, നമ്മുടെ കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് അങ്ങനെയും സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കാം. പക്ഷെ ഇതൊന്നും ആലോചിക്കാതെ നമ്മൾ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോ എന്തുണ്ട് വഴി? ഈമാൻ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് വഴി എന്ന് നമുക്കറിയാം. എങ്ങനെയാ ഈമാൻ വർദ്ധിപ്പിക്കാം? പണ്ഡിതന്മാർക്ക് പല ഗഹനമായ രൂപങ്ങളും പറയാനുണ്ടാവും. എന്നാൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള 1-2 കാര്യങ്ങൾ, മനസ്സിലാക്കാൻ സാധിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്. ഒന്നാമതായി, നമ്മൾ നന്മ ചെയ്യുന്ന സ്ഥലവും സമയവും വർദ്ധിപ്പിക്കുക. ഒരു 10 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ 10 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് നന്മയിലായി. അതിന്റെ അർത്ഥം എന്താ? 10 മിനിറ്റ് തിന്മയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിന്നു. അതുപോലെ സ്ഥലം വർദ്ധിപ്പിക്കുക, നന്മ ചെയ്യുന്ന സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മളൊരു സ്ഥലത്തെത്തിയാൽ അവിടെ ഒരു സലാം നമ്മൾ ഒരാളോട് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഈ സമയ നൈരന്തര്യത്തിനിടയിലാണല്ലോ മനുഷ്യൻ, ടൈം സ്പേസ് കോണ്ടിന്യൂം, അതിനിടയിലാണ് മനുഷ്യനുള്ളത്. അങ്ങനെ സമയവും സ്ഥലവും വർദ്ധിപ്പിച്ചാൽ അതിന്റെ അർത്ഥം അത്രയും സമയം നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു ചാണ് നമ്മൾ എടുക്കുമ്പോൾ ഒരു മുഴം അള്ളാഹു ഇങ്ങോട്ട് എടുക്കും. അതുപോലെ ചെറിയ ചെറിയ നന്മകൾ ഉണ്ടാവും. അത് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക. ഒരു ചൊല്ലുണ്ട്, ചൈനീസ് പഴഞ്ചൊല്ലാണ്. ഈവൻ ഇഫ് 2000 miles of journey starting with a single footstep, 2000 കാതം അകലമുള്ള യാത്രയാണെങ്കിൽ അത് തുടങ്ങുക ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ്. കുറെ ദൂരമുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് അടുക്കുക ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട്. അങ്ങനെ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് അടുക്കുക. ഒരു റിസോർട്ടിൽ നമ്മൾ പോയാൽ അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ഒരു നിയ്യത്തുണ്ടാവുക, ഈ സുജൂദിന്റെ സ്ഥലം നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്നുള്ള.
അപ്പോ ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു ഇങ്ങോട്ടും അതിനേക്കാൾ കൂടുതൽ അടുക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത് ചെയ്യുന്നത് നിയ്യത്തോടെയാവുക എന്നുള്ളതാണ്. ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബയ്യിനയിലേതാണ്. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി നേരെയുള്ള മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവർക്കാണ് അള്ളാഹു നന്മ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഒരുപാട് സാധാരണ ആദത്തുകളുണ്ട്. ഈ ആദത്തുകളെ ഇബാദത്തായി പരിവർത്തിപ്പിക്കണമെങ്കിൽ നിയ്യത്ത് വേണ്ടതുണ്ട്. പതിവായി ദിനേന ചെയ്യുന്ന ഒരുപാട്, നമ്മൾ ഒരാളെ കാണുമ്പോൾ സലാം ചൊല്ലും, പള്ളിയിൽ വന്നാൽ ആദ്യ സഫിൽ വന്നിരിക്കും. പക്ഷെ ഇതൊക്കെ നിയ്യത്തോടെ ആകുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ആദത്തായി ചെയ്യും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതൊരു അള്ളാഹുവിന്റെ റസൂൽ പുണ്യമാക്കിയതാണ്, എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടു കൂടിയാകുമ്പോഴാണ് അത് ഇബാദത്തായി മാറുക. അങ്ങനെ ആദത്തുകളെ ഇബാദത്തായി മാറ്റുന്ന നിയ്യത്ത് നമ്മിൽ ഉണ്ടാവണം. ഇന്ന് എല്ലാവരും കുളിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഞാൻ കുളിച്ചു എന്നുള്ളൊരു ബോധത്തോട് കുളിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി നിയ്യത്തോട് കുളിക്കുമ്പോഴാണ് അത് പ്രതിഫലം കിട്ടുക. സുബഹിക്ക് മുമ്പ് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്, പ്രതിഫലം കിട്ടുന്നുള്ള മോഹം വേണം. രോഗിയെ സന്ദർശിക്കുമ്പോൾ പലർക്കും പല നിയ്യത്തുകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് അതിനനുസരിച്ചാണ് കിട്ടുക. അതുകൊണ്ട് എത്രയെത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ, എത്ര ചെറു കർമ്മങ്ങളാണ് നിയ്യത്ത് കൊണ്ട് വലുതായി തീർന്ന എത്ര കർമ്മങ്ങളുണ്ട്. റുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ കർമ്മങ്ങളുണ്ട്. തുസഹിറുമുൻ നിയ്യ, നിയ്യത്ത് കൊണ്ട് ചെറുതായി പോയ. അപ്പൊ ചെരുപ്പിടുമ്പോ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, പഠിക്കുന്ന നമ്മുടെ മക്കളുടെ പുസ്തകം ഒന്ന് മറിച്ചു നോക്കുമ്പോൾ, അവരോടൊപ്പം ഇരുന്ന് കുശലങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ നിയ്യത്തുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഏറ്റവും പ്രാമാണികമായ കിതാബാണ് സഹീഹുൽ ബുഖാരി. അതില് ആദ്യത്തെ ഒരു ഹദീസുണ്ട്, നമുക്കൊക്കെ പരിചിതമാണ്. ആ 5 ലക്ഷം ഹദീസുകൾ, 6 ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് നെല്ലും പതിനും വേർതിരിച്ച് 7275 ഹദീസുകൾ വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് തന്നെ ആവർത്തനങ്ങൾ കഴിച്ചാൽ 2230 ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. ഒരുപാട് ബാബുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഒരുപാട് ഹെഡിങ്ങുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഹെഡിങ് നൽകാൻ, ആദ്യത്തെ ഹദീസ് സ്വീകരിക്കാൻ ഒരുപാട് ആലോചനകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം അള്ളാഹു സഹീഹുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്ത് വെച്ച ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ലികുല്ലി ഇംറിഇൻ മാ നവ വമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ ഔ ഇലാ മർറത്തിൻ യൻകിഹുഹാ വഹിജ്റതുഹു ഇലാ മാ ഹജറ ഇലൈഹി. ഈ ഹദീസ് അഹ്മദും മുസ്ലിമും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നമുക്കറിയാം അതിന്റെ അർത്ഥം. ഒരാള് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി ആണ് ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അവൻ അതുണ്ട്. ഒരാള് ദുനിയാവ് ഉദ്ദേശിച്ചോ കച്ചവടം ചെയ്യുവാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ അതുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോവാണ്. ഒരുപാട് അധ്വാനം അതിനെ വേണം, ഒരുപാട് ത്യാഗം ആവശ്യമുണ്ട്. പക്ഷേ നിയ്യത്ത് കൊണ്ട് അത് എത്രയോ ചെറുതായി പോകുന്നു, എത്രയോ വലുതായി പോകുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم ثانيا بتقوى. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. നിയ്യത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു യാത്രാ സംഘം
അവരിങ്ങനെ ദൂരത്തുനിന്ന് വരികയാണ്. ഏകദേശം നമ്മൾ കോഴിക്കോട് നടന്നു വിചാരിക്കും, മരുഭൂമിയാണ്. അവര് ഇവിടെ എത്തി. രാത്രിയാണ് സമയം. വിശ്രമിക്കാൻ നോക്കുമ്പോൾ അവിടെ സൗകര്യങ്ങളൊന്നും കാണുന്നില്ല. അവര് ടെന്റ് അടിച്ച് ആ ടെന്റ് ഒരുക്കി ഒട്ടകങ്ങളെ കെട്ടാൻ നോക്കുമ്പോൾ വൃക്ഷങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ടെന്റ് അടിച്ചതിന്റെ ബാക്കി കുറ്റികൾ അവിടെ ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് അമീർ, യാത്രാ സംഘത്തിന്റെ അമീർ പറഞ്ഞു. അങ്ങനെ അടിച്ചു. അവരൊക്കെ ഒട്ടകത്തിന് അവിടെ കെട്ടി വിശ്രമിച്ചു, ഭക്ഷണം കഴിച്ചു, ഒട്ടകത്തിന് ഭക്ഷണം കൊടുത്തു. അവര് യാത്ര തുടരുന്നതിന് മുമ്പ് അമീർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ യാത്ര തീരുന്നതിന് മുമ്പ് ഈ കുറ്റികള് സംഘാംഗങ്ങൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ അമീർ പറഞ്ഞു, വേണ്ട, നമ്മളിവിടെ കുറ്റില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടിയല്ലോ ഒട്ടകത്തെ കെട്ടാൻ. ഇനി ഏതെങ്കിലും യാത്രാസംഘം വരുമ്പോൾ അവർക്കത് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ കുറ്റികൾ അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ കർമ്മം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ കർമ്മം അല്ലാഹു സ്വീകരിക്കുക? തീർച്ചയായും സ്വീകരിക്കുമെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. കുറെ കാലം കഴിയുന്നു, മറ്റൊരു യാത്രാസംഘം, അവരും ഇതേപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുവാണ്. മരുഭൂമിയാണ്. അവർ പക്ഷേ നരിക്കുനി എത്തിയപ്പോൾ അവിടെ വിശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി അവരുടെ വിശ്രമമൊക്കെ അവിടെ കഴിഞ്ഞ് രാത്രി അതിവേഗത്തിൽ അവർ വാഹനം ഓടിച്ചു വരികയാണ്. ഇവിടെ എത്തി. പെട്ടെന്ന് മുന്നിലുള്ള അമീർ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു പറഞ്ഞു, നിക്ക് 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 നിക്ക്. സംഘാംഗങ്ങളെല്ലാം പെട്ടെന്ന് ബേജാറോടുകൂടി നിർത്തി. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇതാ നമ്മുടെ യാത്രാ മാർഗത്തിൽ കുറെ കുറ്റികൾ. ഇതെങ്ങാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഒട്ടകങ്ങൾ അതിൽ തട്ടി വീണ് നമുക്ക് വലിയ അപകടം സംഭവിക്കുമായിരുന്നു. ഇനിയൊരു യാത്രാ സംഘം ഇതുപോലെ രാത്രി ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവര് ഈ കുറ്റികൾ തടഞ്ഞ് വീഴരുത്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പിഴുതെടുക്കാം. അവരതൊക്കെ പിഴുതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു എന്ന് സ്വീകരിക്കണം. എന്താ അഭിപ്രായം? അള്ളാഹു സ്വീകരിക്കുക. ചെയ്തത് വിരുദ്ധമായ പ്രവൃത്തികളാണ്. ഒരു കൂട്ടർ കുറ്റികൾ അടിച്ചു നാട്ടുകയാണ് ചെയ്തത്, മറ്റൊരു കുറ്റി പിഴുതെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നിയ്യത്തിന്റെ ഫലത്തിൽ രണ്ടും അള്ളാഹു സ്വീകരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നിയ്യത്തിന്റെ ബലത്തിൽ കർമ്മങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഉണരുന്ന ആ സമയം തൊട്ട് ഉണരുന്നത് വരെ ഒരുപാട് ദിക്റുകൾ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ പള്ളിയിലേക്ക് നമ്മൾ വന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സമഈ നൂറ വഫീ ബസരി നൂറ അല്ലാഹുമ്മ ജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വമിൻ അമാമി നൂറ വമിൻ ഖൽഫി നൂറ വഖ്തിനി നൂറ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പള്ളിയിലേക്ക് വരണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര തവണ പ്രാർത്ഥിക്കാം? ഒരു ട്രാഫിക്കിൽ നമ്മൾ നിർത്തിയാൽ ഒരുപാട് വേറെന്തെങ്കിലും പറയുന്നതിന് പകരം അങ്ങനെ എത്ര ദിക്റുകൾ ചെല്ലാം? ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. ഡിവൈസുകൾ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയ്യത്തോടുകൂടി നന്മയിൽ വ്യാപരിക്കാം. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ശേഖരിച്ച ഇമാം ബുഖാരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 1 മാസം യാത്ര ചെയ്ത് അവിടെ ഒരു പണ്ഡിതന്റെ അടുത്ത് ഹദീസ് ഉണ്ട് എന്നതിന്റെ പേരിൽ അവിടെ ചെന്ന് നമുക്ക് കേൾത്ത കഥയാണ്. അവിടെ ചെല്ലുമ്പോൾ സലാം ചൊല്ലി, നിങ്ങളെ കയ്യിൽ നബി പറഞ്ഞ ഒരു വചനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഒട്ടകത്തൊന്ന് കെട്ടിക്കാട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞുതരാം. ഒട്ടകത്തെ കെട്ടാൻ നമ്മൾ കോയിനൊക്കെ ഇങ്ങനെ വിളിക്കുന്ന മാതിരി കൈ ഇങ്ങനെ കാണിച്ച് ബബ്ബാന്ന് വിളിക്കുന്നത് മാതിരി ഒരു മുറം കാണിച്ച്, കാലി മുറം കാണിച്ചിട്ട് ഒട്ടകത്തെ വിളിച്ച് ചേർത്ത് കെട്ടിയപ്പോ അദ്ദേഹം ഈ മനുഷ്യനോട് ഇമാം ബുഖാരി സലാം ചൊല്ലിട്ട് പറഞ്ഞു, എനിക്ക് ഹദീസ് സ്വീകരിക്കാൻ നിർത്തിയില്ല, ഞാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഈ കാലി മുറം കാണിച്ചിട്ടാണ് ഒരു മിണ്ടാപ്രാണിയെ അടുത്തേക്ക് വിളിച്ചത്, അതൊരു വഞ്ചനയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഇമാം ബുഖാരിയുടെ സൂക്ഷ്മതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ആദ്യത്തെ ഹദീസ് സ്വീകരിക്കാൻ അദ്ദേഹം എത്ര ആലോചനയും സൂക്ഷ്മതയും കാണിച്ചു. അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഒരു അവസാന ഹദീസ് ഉണ്ട്. എന്താണ്? കലിമത്താനി ഹബീബുത്താനി റഹ്മാൻ,
സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. പരമകാരുണികന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് രണ്ട് വചനങ്ങൾ. അത് അള്ളാഹു പരമകാരുണികനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ മൃദുവാദമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നാളെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതാണ്. എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. നമുക്ക് എപ്പോഴൊക്കെ ചെല്ലാം, ശ്രദ്ധ ആവശ്യമില്ലാത്ത ജോലികൾ മുഴുകുമ്പോൾ, വേറെന്തെങ്കിലും അനാവശ്യമായ ചിന്തയിലേക്ക് മനസ്സ് പോകുമ്പോൾ, അലക്കുമ്പോൾ, അടിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ സാധാരണ എത്ര സമയം നമുക്ക് ഒരു നേരത്തെ പറഞ്ഞു, ഒരു ട്രാഫിക് ജാമിൽ നമ്മൾ നിർത്തിയാൽ ഒരു മിനിറ്റാണ് അവിടെ സമയം കാണിക്കുന്നതെങ്കിൽ 60 സെക്കൻഡിനുള്ളിൽ ഏറ്റവും സാവധാനത്തിൽ അർത്ഥബോധത്തോടു കൂടിയ ഈ ദിക്ർ ചെല്ലിയാൽ പോലും 12 തവണ നമുക്ക് ചെല്ലാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നീയത്തോടു കൂടി വർദ്ധിപ്പിച്ച് സ്വർഗത്തിന്റെ അഹ്ലുകാരാവാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് നീ നന്മകളെ സ്വീകരിക്കുകയും തിന്മകൾ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിന് നീ സദാ സംതൃപ്തിയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരുപാട് വേവലാതികളും പ്രയാസങ്ങളും ഉണ്ടില്ലാതാ ഞങ്ങളിൽ നിന്ന് അത് മാറ്റിത്തരണമേ. ഞങ്ങൾക്ക് ശാരീരികമായും മാനസികമായുമായൊക്കെ ഒരുപാട് അസുഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥാ ഞങ്ങളിൽ. അതൊക്കെ ഞങ്ങളിൽ നിന്ന് തീർത്ത് തരണേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ ജന്നാത്തുൽ ഫിർദൗസ് പകരം നൽകണേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥാ. ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണേ നാഥാ. അവർക്ക് ഔന്നത്യവും പ്രയാസരഹിതമായ ഒരു ജീവിതം നൽകണേ നാഥാ. അവിടുത്തെ അക്രമികൾക്ക് നീ നിന്ദതയും പരാജയം വരുത്തണേ നാഥാ. അള്ളാഹുവെ, മടിയും അലസതയും നീട്ടിവെക്കലുമൊക്കെ ഞങ്ങൾ നിന്നെ ഇല്ലാതാക്കണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا ووالدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما.